അപ്പോൾ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞാ മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോ എന്താ പറഞ്ഞു? മൂന്നാമത്തെ പ്രശ്നം ഉണ്ടായ ആ സമയത്തോട്ടെ ഷാഫീനെ എങ്ങനെ കൈവാരി തെക്കുവാന്നും പറഞ്ഞു കുറെ കമ്മ്യൂണിസ്റ്റുകാർ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് തന്നെ തിരിച്ചടി ആദ്യം തന്നെ കിട്ടിയതാണ്. ഷാഫി പറമ്പിൽ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് ഒരു നേതാവ് ഈ പറയുന്ന സുരേഷ് ബാബുവിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇത് ഷാഫി തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പുള്ളിക്കാരൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഈ റോഡിൽ കിടന്ന് പട്ടി കുരയ്ക്കുന്നതിന് ആനയ്ക്ക് എന്താ കാര്യം, ആ ഒരു മൈൻഡിലേ പുള്ളി എടുക്കത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഇതുപോലുള്ള കുറേ നാറികൾ പിന്നെയും ഇതുപോലുള്ള തോന്നിയാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. ഈ അടുത്ത സമയത്ത് തന്നെ എറണാകുളത്ത് ഒരു ചേച്ചിയെ പൊക്കി അറിഞ്ഞായിരുന്നല്ലോ. ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് ഈ ഒരു നേതാവുമായിട്ടുള്ള, ഞാൻ പേരൊന്നും പറയാവില്ലാത്ത സമയത്ത് ഒരു നേതാവ് അവിടെ ചെല്ലുകയും അവസാനം പൊക്കുകയൊക്കെ ചെയ്തത്, അത് കൂട്ടത്തിലുള്ളവന്മാരെ തന്നെ ഒറ്റ കൊടുക്കുകയൊക്കെ ചെയ്തതൊക്കെ തന്നെ. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, ആ ഒരു കാര്യം ഒരു ഈച്ച പോലും അറിയാതെ അങ്ങ് ഒതുക്കി കളഞ്ഞു. ഒരു കുറേ എണ്ണം ചേച്ചിയുടെ നിലപാട് സ്ട്രോങ് ലേഡി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം നിലപാടില്ലാത്ത വ്യക്തികളാണല്ലോ ഈ പെറ്റയുടെ കൂട്ടത്തിലൊക്കെ. ആദ്യമൊക്കെ നിൻ്റെയൊക്കെ സ്വന്തമൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്ക്. ആദ്യം അതിനകത്ത് അഴുക്ക് ചാലുകളും എല്ലാമൊക്കെ നീയൊക്കെ എടുത്ത് കളയാൻ നോക്ക്. എന്നിട്ട് ബാക്കിയുള്ളവൻ്റെ അടുത്തോട്ട് പറ. ഏതും പോരാതെ ഷാഫി പറമ്പിലിൻ്റെ കാര്യമോ പറയുന്നത്. ഒരുപാട് പെണ്ണുങ്ങളെ ബാംഗ്ലൂരും അവിടെ ഇവിടെ എൻ്റെ പൊണ്ണു വിളിച്ചാൽ ട്രിപ്പിന് പോകാമെന്ന് പറയുന്നൊക്കെ പറയുമ്പോൾ എന്ത് നിലപാടുള്ളത്? ഈ സുരേഷ് ബാബുവിനെതിരെ സ്വന്തം പാർട്ടിക്കാർ പോലും കൂടെ നിൽക്കുന്നില്ല. പാർട്ടിക്കാർ പോലും എതിരായി. കുറച്ച് കൂടുതലൊന്നും പറയണ്ട. പിന്നെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം വെച്ച് തരാം. അത് കഴിഞ്ഞിട്ട് ശ്രീജിത്ത് പണിക്കർ പറയുന്നതിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു വോയിസ് ഉണ്ട്, ഞാൻ അത് നിങ്ങൾക്ക് വെച്ച് തരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക, പരമാവധി. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മസ്റ്റാണ് അത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിലൊരു പരാതി വന്നിട്ടുണ്ട്. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പ്രിയ ഇളവള്ളി മഠം വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. പ്രിയ, സുരേഷ് ബാബു ഈ വിഷയത്തിൽ CPMൽ ഒറ്റപ്പെടുന്ന സൂചന രണ്ടുപേരുടെയും വാക്കുകളുണ്ട്. പരാതി നൽകിയിരിക്കുന്ന ആരാണ്? എന്താണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? ഒരു കേസിന് സാധ്യതയുണ്ട്? PG ഷാഫി പറമ്പിലിനെതിരെ വളരെ ഗുരുതരമായ ലൈംഗിക ആരോപണമാണ് ഇന്നലെ പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉന്നയിച്ചത്. ഈ ആരോപണത്തെ തുടർന്ന് വലിയ തരത്തിൽ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ഒരു CPM നേതാവ് പോലും സുരേഷ് ബാബുവിന് പിന്തുണയുമായി എത്തിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സുരേഷ് ബാബു ഉന്നയിച്ച ആരോപണം ഏറ്റെടുക്കാൻ മുതിർന്ന CPM നേതാക്കൾ ആരും തന്നെ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. സുരേഷ് ബാബുവിന് അത്തരം ആരോപണമുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. തങ്ങൾക്ക് ആരോപണമില്ല, തങ്ങളുടെ കയ്യിൽ രേഖകളില്ല. അതായത് CPM ഈ ഒരു ആരോപണത്തെ ഏറ്റെടുക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത് അനവസരത്തിലായി പോയി എന്നൊരു അഭിപ്രായവും CPMന് അകത്തുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. രാഹുൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI SFI ഒക്കെ ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധം നടത്തുമ്പോൾ എന്തിനാണ് മറ്റൊരു പേര് വലിച്ചഴിച്ച് ആദ്യത്തെ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നത് എന്ന ചോദ്യമാണ് CPMനകത്ത് ഉയരുകയും ചെയ്യുന്നത്. അതേസമയം തന്നെയാണ് ആലത്തൂരിലുള്ള ഒരു കോൺഗ്രസ് നേതാവ് പ്രമോദ് ഇന്നലെ SP-ക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഷാഫി പറമ്പിലിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണം എന്നതാണ് ആവശ്യം. കാരണം ഷാഫി പറമ്പിൽ ജനകീയനായ ഒരു MP-യാണ്, പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ഈ നേതാവ് ഇതിപ്പോ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാരും കൂടെ ചേർന്ന് സുരേഷിന്റെ നേരെ ഒരു സമരവും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ ഒരു. കാരണം അവൻ എവിടെ നിൽക്കുന്നുണ്ടോ അവിടെ പോയി 4 എണ്ണം പറയണം അവനെ, 4 എണ്ണം. ഇതുപോലെ ആണും പെണ്ണും കെട്ട സത്യം പറയല ഇങ്ങനെ ഇരുന്ന് കൊണയടിക്കുന്നവന്മാരെ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. അവന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി ഇതിന്റെ കള അപ്പുറം ചെയ്യുന്നവന്മാരാ. എടാ നീയൊക്കെ പെണ്ണ് പിടിക്കുകയോ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യടേ. 9 വർഷം നാട്ടുകാർ ഒരുപാട് കഷ്ടപ്പെട്ടു. നീയൊക്കെ കൂടെ കാരണം ഭരിച്ച്, നിന്റെയൊക്കെ കൂട്ടത്തിലെ നേതാക്കന്മാരൊക്കെ കാരണം ഭരിച്ച് മുടിഞ്ഞ് ഇനിയിപ്പം അയ്യപ്പനെ പിടിച്ചിരിക്കുകയാണ്. നാണം കെട്ട ജന്മങ്ങള്. 5 വർഷം മുമ്പ് അയ്യപ്പനെതിരെ നിന്ന ആൾക്കാർ ഇപ്പം കിടക്കുന്നത്. ഇതോടെ തന്നെ നിന്റെയൊക്കെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. കഷ്ടമാണ് ഈ കഷ്ടം. കുറച്ചൊക്കെ ഉളുപ്പ് വേണം, കുറച്ചെങ്കിലും വേണം. ഓക്കെ, ശ്രീജിത്ത് പണിക്കർ ഈ പറയുന്ന ഷാഫിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കൂടെ വെക്കാം. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോ എന്താ പറഞ്ഞു? മൂന്നാമത്തെ ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതാണോ എന്നാണ്. ശരി ശ്രീജിത്ത്. അല്ല, നോക്കൂ, ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ സുരേഷ് ബാബു എന്ന് പറയുന്നത് ഒരു താഴത്തെ നിലയിലുള്ള ഒരു നേതാവല്ല.
നമുക്കറിയാം CPM-ന്റെ ഒരു ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി വരിക എന്ന് പറഞ്ഞാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ എക്സ്പീരിയൻസും എങ്ങനെയാണ് ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി വളരെ ഉന്നത സ്ഥാനീയനായിട്ടുള്ള എല്ലാവരുടെയും ബഹുമാനം പിടിച്ചു പറ്റിയിരിക്കുന്ന MLA-യും MP-യും ആയിരുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പരാമർശം നടത്തുന്ന സമയത്ത് കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ശ്രീ ഷാഫി പറമ്പിലിനെതിരെ ഉണ്ട് എങ്കിൽ ആ തെളിവോട് കൂടിയിട്ട് വേണമായിരുന്നു ഈ ആരോപണം പറയാൻ. അതല്ല എങ്കിൽ ആ തെളിവ് നാളെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ തെളിവ് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിന് ആരോപണം പറയാമായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും പ്രതിസന്ധിയിലാക്കുന്ന സമയത്ത് ഷാഫിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് നാളെ ഞാൻ പറയാം എന്ന് പറയുന്നതല്ല. മറിച്ച് വോളണ്ടറിലി സ്വയം മുന്നോട്ട് വന്നിട്ട് മറ്റൊരാളിനെതിരെ ഇങ്ങനെ ആരോപണം പറയുന്ന സമയത്ത് സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ല ഉത്തരവാദിത്തം. അദ്ദേഹത്തിന് ആ തെളിവ് കൊണ്ടുവന്നതിന് ശേഷം ഇതാണ് തെളിവ്, ഇതാണ് എനിക്കുള്ള ആരോപണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള ഒരു ആരോപണമാണെന്ന് പ്രാഥമികമായിട്ട് ആൾക്കാർക്ക് തോന്നുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം? പാലക്കാടുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് മുൻപും സമാനമായിട്ടുള്ള കുറേയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വടകരയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പോയി മത്സരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം തെളിവ് പിന്നെ കാണിക്കുമെന്നും ഇതിനെല്ലാം പിന്നിൽ ഷാഫിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. നമുക്കറിയാമല്ലോ, കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പഴയ നീലപ്പെട്ടി ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇടതുപക്ഷത്തിനും ചില വിഷയങ്ങളിൽ BJP-ക്കും ഒക്കെ തന്നെ ഷാഫി പറമ്പിലിനെതിരെ കൂടി ആരോപണം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയം ഇയാൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങള് ആൾക്കാരങ്ങ് വിട്ടുപോകുന്ന ഒരു രീതിയിലോട്ടാണ് പോകുന്നതെന്ന് CPM പറയുന്നത്. കാരണം ഇപ്പം രാഹുലിനെ രാജിവെപ്പിക്കണമല്ലോ SFA-ക്കാര് DYFA-ക്കാര് രാഹുൽ രാജിവെക്കെന്നും പറഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്തേ. കോൺഗ്രസ് ഒരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു, VD സതീശനെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ FIR ഒന്നും ഇട്ടിട്ടില്ല, കുറ്റം തെളിഞ്ഞിട്ടില്ല. എന്നിട്ട് ആ പാവം പിടിച്ചു തന്നെ ഇത്രയ്ക്ക് ദ്രോഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ അപ്പുറം ചെയ്ത അപ്പുറത്തെ ആൾക്കാരുണ്ട്, ഇതിന്റെ അപ്പുറവും ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ VD സതീശനോട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അറിയാലോ എറണാകുളത്ത് സംഭവിച്ച ഒരു കാര്യം നിങ്ങളുടെ തൊട്ടടുത്തായിട്ട് വരും. ആ വ്യക്തികൾക്കെതിരെ എന്തുകൊണ്ട് താങ്കൾ പ്രതികരിച്ചില്ല? എതിർ കക്ഷിക്കാരല്ലേ. കൂട്ടത്തിലുള്ളവനെ തൊട്ടാ തിരിച്ച് തൊടാനുള്ള ഗഡ്സും കൂടെ വേണം. ഞാനത് VD സതീശന്റെ ഒരു കാര്യം പറഞ്ഞത്, ചില സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാടിനോട് എനിക്ക് ചില വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഇവറ്റകൾ 9 വർഷം ഭരിച്ച് മുടിപ്പിച്ച് കളഞ്ഞു. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ഒരു വോയിസ് ഉണ്ട്, ഞാൻ അതും കൂടെ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. അതുപോലെ തന്നെ എല്ലാവരും അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കണം, ഒന്ന് ലൈക്കും കൊടുത്തേക്ക്. ആ വോയിസും കൂടെ കേട്ട് വാ. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഉണ്ടായ ആ സമയത്തോട്ടെ ഷാഫീനെ എങ്ങനെ കൈവാരിത്തേക്കുമെന്നും പറഞ്ഞു കുറെ കമ്മ്യൂണിസ്റ്റുകാർ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് തന്നെ അത് തിരിച്ചടി ആദ്യം തന്നെ കിട്ടിയതാണ്. ഷാഫിയുടെ വണ്ടി തടയാൻ പോയിട്ട് ലാസ്റ്റ് DYFI-യുടെ സനൂപൊക്കെ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല, അത് അവര് തന്നെ വണ്ടി തടഞ്ഞത്, ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ചാനലിലും മറ്റും ചർച്ചയ്ക്കകത്ത് വന്നിരുന്നിട്ട്. എന്നിട്ട് ഇന്നലെ CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അയാളുടെ എന്തോ തെളിവുണ്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഈ തെളിവുണ്ട്, ആദ്യം തെളിവ് പുറത്തു വിട്ടണം. അത്രയും ഒരു നല്ലൊരു ജനപ്രതിനിധി ആയിട്ടുള്ള ഒരാളെ പറ്റി ഒരു ആരോപണം ഉന്നയിക്കുക, മനസ്സിലായില്ലേ? ആരോപണം അല്ലാതെ വേറെ എന്താണ് ഇതിനകത്തൊക്കെ പറയുന്നത്? വ്യക്തിഹത്യ മാത്രമാണ് അത് ചെയ്തേക്കുന്നത്, അത് ആരോപണം പോലും അല്ല. ഒരാള് വന്നിട്ട് പറയുക അയാള് പെണ്ണുങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലോട്ട് ചെല്ലാൻ വിളിക്കുമെന്നും പറഞ്ഞ് എന്ത് തോന്നിവാസാ പറയുന്നത്? ഈ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇതാണോ ഇവർക്ക് അറിയാവുന്നത്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പെണ്ണിനെ കയറി പിടിച്ചെന്ന് പറയാ, പെണ്ണിനെ അങ്ങോട്ട് വിളിച്ചെന്ന് പറയാം, ഇങ്ങോട്ട് വിളിച്ചെന്ന് പറയാം. ഈ പറയുന്ന രാഹുലിന്റെ കേസ് തന്നെ നോക്കുവാണെങ്കിൽ 1 മാസമായിട്ട് ക്രൈംബ്രാഞ്ചും മറ്റും ഓടിക്കടഞ്ഞു തന്നെ ദിവസങ്ങളോളം അന്വേഷിക്കുക. ഒരവധിയോ കാര്യങ്ങളോ എടുക്കാതെ എല്ലാ ദിവസവും 24 മണിക്കൂർ അന്വേഷിക്കുക. എന്നിട്ട് ഒരു കേസോ കാര്യങ്ങളോ ഇല്ല. എന്നിട്ട് കേസുമായിട്ട് വരുന്നവരെ മുഖ്യമന്ത്രി പറയുന്നത് സംരക്ഷിക്കും, പോലീസുകാർ പറയുന്നത് സംരക്ഷിക്കും, ക്രൈംബ്രാഞ്ച് പറയുന്നത് സംരക്ഷിക്കും. എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരാൾ പോലും അവർക്ക് സപ്പോർട്ടായിട്ട് ഒരു കേസ് പോലും ആയിട്ട് വന്നിട്ടില്ല. ഈ പറയുന്ന ഷാഫി വടകര ഇവരുടെ ടീച്ചറമ്മയെ തോൽപ്പിച്ച സമയത്ത്, ആ സമയത്ത് ഷാഫി അവിടെ മത്സരിക്കാൻ വന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ഇവർ ഉണ്ടാക്കി വെച്ച സ്ക്രീൻഷോട്ടോ കാഫർ സ്ക്രീൻഷോട്ടോ അങ്ങനെ കുറെ കാര്യങ്ങൾ. ലാസ്റ്റ് ആ കേസൊക്കെ എവിടായി? ആ കേസൊക്കെ ഇവരുടെ തലയിൽ തന്നെ വന്ന് വീണിട്ടുണ്ട്. അതിന്റെ ബാക്കി എന്താ പുറത്ത് വിട്ടിട്ടുമില്ല, ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിടെ പാലക്കാട് ഇലക്ഷൻ നടന്ന സമയത്ത്, ആ സമയത്തൊരു നീലപ്പെട്ടി എന്നും പറഞ്ഞു വന്ന് എന്തൊക്കെ കോപ്രായങ്ങളെ കാട്ടിക്കൂട്ടിയത്. എന്നിട്ട് എന്തായി? നീലപ്പെട്ടിയും ഇല്ല, ഒന്നുമില്ല. ലാസ്റ്റ് അവര് തേഞ്ഞൊട്ടിയില്ല അവിടെ. എന്തൊക്കെയായിരുന്നു? റഹീമൊക്കെ അവിടെ കിടന്ന് ഉല്ലാസമായിരുന്നല്ലോ, ലുട്ടാപ്പി റഹീം. ഇത് വേറൊന്നും അല്ല, ഇത് ഇവർക്ക് തന്നെ പാരയാക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇവര് തന്നെ ഓരോ കാര്യങ്ങൾ ഉന്നയിക്കും, എന്നിട്ട് ലാസ്റ്റ് അവർക്ക് തന്നെ അത് പാരയായിട്ട് വരുന്ന അവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം ഒരു MLA ആയിട്ട് നിന്ന ഒരാളാണ് ഷാഫി. ആ ഷാഫി പാലക്കാട് നിന്ന് പോയത്
MP ആയിട്ട് വടകരയെ മത്സരിക്കാനാണ്. അവിടെയും ജയിച്ചു, ഇവിടെയും ജനങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലുള്ള, അതായത് ഈ പറയുന്ന ഇവര് പറയുന്ന റീൽസ് ഇടുന്ന ആൾക്കാർ മറ്റേന്നൊക്കെ പറയുന്നു, എന്നാൽ റീൽസ് ഇട്ടും മറ്റുമാണെങ്കിലും ആളുകൾക്ക് അവരുടെ അടുത്ത് അത്രയും താല്പര്യം ഉള്ളതുകൊണ്ടല്ല അവര് സപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ നിങ്ങളിപ്പോ നോക്കിക്കോ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഏത് ചെറിയ നേതാവിനെയാണ് താഴെക്കിടയിൽ നിന്ന്, അതായത് ഈ ഷാഫിയെ പോലെയൊക്കെ ഉള്ള ഏത് നേതാവിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്? ഈ പറയുന്ന ഷാഫിനെ, രാഹുല്, പിന്നെ ചാണ്ടിയും അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയൊക്കെ ശ്രീകണ്ഠൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്ര MLA MP കാണും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്? ഇല്ല, തീരെ കുറവാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും ചെറുപ്രായങ്ങളിൽ അത്രയും സപ്പോർട്ടായിട്ട് ജനങ്ങളുടെ മുന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഇല്ലാതാക്കുക, അവരെ കരിവാരിത്തേക്കുക, അവരുടെ എന്തേലും ആവശ്യങ്ങൾ, അതായത് അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കുക, അങ്ങനെ കുറെ കഴമ്പില്ലാത്ത കുറെ ആരോപണങ്ങളും വ്യക്തിഹത്യയും കൊണ്ട് ഈ വരുന്ന ഇലക്ഷനും ഇവർക്ക് പിടിച്ചു കയറാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വേറെ എന്ത് കാര്യമാണ് ഇതിനകത്തുള്ളതെന്ന് പറയുന്നത്? ഈ പറയുന്ന എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതാദ്യം പുറത്തു വിട്ടിട്ട് വേണ്ട ഈ കാര്യം ചെയ്യാൻ. അല്ലാതെ വെറുതെ ആരോപണം ഉന്നയിച്ച് ഇല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തിയിട്ട് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഓരോ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കുറെ ആൾക്കാർ. അപ്പൊ ഇനി വരുന്ന ഇലക്ഷനിലും ജനങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യുക. ഈ പറയുന്ന പിണറായി ഇല്ലാതാവണമെന്നോ, അതായത് അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആരാണ് ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനിയെങ്കിലും.